ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആകുന്ന ടിപ്സ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിൽ മിക്ക ആൾക്കാരും ലെഗിൻസ് ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കല്ലേ. അപ്പൊ ഇതുപോലെ ലെഗിൻസ് ഒക്കെ പഴയതായി കഴിഞ്ഞാൽ ആരും വലിച്ചെറിയണ്ട കേട്ടോ. അത് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ലെഗിൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ ഈ ഒരു പാന്റിന്റെ കാലിന്റെ ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഒരു ഭാഗത്തെ കാലിന്റെ ഭാഗം മാത്രമേ നമുക്കിപ്പോ ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്ന ടൈമില് വീതി കുറച്ച് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ചെറിയൊരു വീതിയെങ്കിലും വെക്കണം. ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. ലെഗിൻസിന്റെ തുണി ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വലിഞ്ഞു കിട്ടും കേട്ടോ. അപ്പൊ ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ മുടിയേറ്റി കൊടുക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് മുടിക്ക് കെട്ടിക്കഴിഞ്ഞാല് കടയിൽ നിന്ന് വാങ്ങുന്ന എലാസ്റ്റിക് ബാൻഡ് പോലെ തന്നെ തോന്നുള്ളൂ. ഇതുപോലെ ലെഗിൻസ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയതെന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ. ഇതുപോലുള്ള ലെഗിൻസിന്റെ കട്ട് പീസ് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ യൂസ് ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള പാക്കറ്റ് ഒക്കെ കാണാല്ലേ. അതായത് ഓപ്പൺ ചെയ്തിട്ട് പകുതി മാത്രം യൂസ് ചെയ്ത് വെച്ചത്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ പ്രാണികളും പാറ്റകളും പിന്നെ എയറൊക്കെ കടന്നിട്ട് ഇത് ചീത്തയായി പോവല്ലേ. അങ്ങനെ പ്രാണികളും പാറ്റകളും ഒന്നും കിടക്കാതെ ഇതുപോലുള്ള പാക്കറ്റ് ഒക്കെ സേഫ് ആയിട്ട് വെക്കാനും നമുക്ക് ഈ ഒരു ലെഗിൻസിന്റെ കട്ട് പീസ് യൂസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു കവർ ഇതുപോലെ ഒന്ന് ചുട്ടി കൊടുക്കുക. അതിനുശേഷം സാധാരണ റബ്ബർ ബാൻഡ് ഇടുന്ന പോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ പാക്കറ്റ് ഒക്കെ ഒതുങ്ങി ഇരുന്നോളുകയും ചെയ്യും. അത് മാത്രമല്ല നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അതിലോട്ട് പ്രാണികളോ പാറ്റകളോ ഒന്നും കിടക്കേയില്ല. ഇതുപോലെ ഓപ്പൺ ചെയ്ത പാക്കറ്റ് ഒക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കബേർഡിലൊക്കെ ഒത്തിരി സ്ഥലം ലാഭിക്കാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പൊ പഴയ ലെഗിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തൊന്ന് എടുത്തു വെച്ചോളൂ കേട്ടോ. പിന്നെ ലെഗിൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഈ ഒരു സ്റ്റിച്ച് വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഇതുപോലെ തയ്യലങ്ങാറ്റ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കൂട്ടിയിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ മുടിക്കൊക്കെ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നോർമൽ ബാൻഡ് പോലെ തന്നെ കാണുള്ളൂ. അപ്പൊ ഇതുപോലെ പഴയ ലെഗിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആരും കളയണ്ട, ഇതുപോലെയൊക്കെ ഒന്ന് റീയൂസ് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ പാക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ നിറയെ പാക്കറ്റ് ഒക്കെ കാണാം അല്ലെ. ഇതുപോലുള്ള പാക്കറ്റ് ഒക്കെ ഒതുക്കി വെക്കുക എന്നുള്ളൊരു വലിയൊരു തലവേദന പിടിച്ച പണിയാണ്. അപ്പൊ അതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഒതുക്കി വെക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. ഇത് ഞാൻ ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഹൈറ്റ് ഉള്ള പാത്രം വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പൊ ഞാൻ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഓരോ കവറും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എത്ര കവറാണുള്ളത് അതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അവസാനമായിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു കട്ടിയുള്ള കവർ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കവർ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ കവറും ഇതുപോലെ ഒന്ന് പുറത്തെടുക്കാം. ഇനി ഈ ഒരു കവറിന്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ കിച്ചണിലെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് കവർ ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കവറൊക്കെ അവിടെ ഒതുങ്ങിയിരുന്നോളൂ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ലെഗിൻസിന്റെ കട്ട് ചെയ്ത പീസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഡബ്ബയാണ്. ഇതുപോലുള്ള ഏതെങ്കിലും ഒഴിഞ്ഞൊരു പാത്രം എടുത്താൽ മതി. ഇനി ഇത് നേരെ കമഴ്ത്തി വെക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി ആ ഒരു കപ്പിന്റെ മുകളിലോട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ലെഗിൻസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ടൈറ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു താഴ്ഭാഗത്തെ തുണി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്.
ഇതിപ്പോ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യണമെന്നില്ല. അത് കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഏതാ ഇതുപോലെ കത്രിക വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഒരു തവണ പണി കിട്ടിയതാണ്. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ കൈ നല്ലതായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്തായിട്ട് വരുന്ന ഈ ഒരു എക്സ്ട്രാ വരുന്ന തുണി ഉണ്ടല്ലോ, ആ ഒരു തുണി ഇതുപോലെ ഒന്ന് മാറ്റിയതിനു ശേഷം അതിന്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തിരിച്ച് വീണ്ടും ആ ഒരു ലെഗിൻസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്ന ലെഗിൻസിന്റെ ഭാഗം കുറച്ചുകൂടി നീളമുള്ളതാണെങ്കിൽ ഈ ഒരു കപ്പിന്റെ അടിഭാഗം വരെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുക്കളയിലെ സ്പൂണും കയ്യിലൊക്കെ ഇട്ട് വെക്കാനുള്ള നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള നല്ലൊരു ഫ്ലവർ പോട്ടായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ വെച്ചേക്കുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പോട്ടിലാക്കിയിട്ട് അതിനുശേഷം ഇതിലോട്ട് ഇറക്കി വെച്ചാലും മതി കേട്ടോ. അങ്ങനെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഇതുപോലുള്ള പഴയ ലെഗിൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫ്ലവർ പോട്ടും ഫ്ലവർ വേസ് ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. സാധാരണ ഇതുപോലുള്ള ഫ്ലവർ പോട്ടും ഫ്ലവർ വേസ് ഒക്കെ തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ നമുക്ക് പെയിന്റിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇതുപോലുള്ള ലെഗിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പെയിന്റിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പൊ ഇതുപോലെ ഇടാതെ മാറ്റി വെച്ചിരിക്കുന്ന ലെഗിൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടമ്മമാരുടെ പ്രധാന തലവേദനയാണല്ലേ ഈ പാത്രം കഴുകുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു എളുപ്പ മാർഗമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതുപോലുള്ള 2 ഗ്ലൗസ് ആണ് കേട്ടോ. അതായത് ഒരു പെയർ. ഇതുപോലെ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ഇതുവരെ പാത്രം കഴുകാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് പാത്രം കഴുകി നോക്കണം കേട്ടോ. അതായത് ഈ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് പാത്രം കഴുകി തരുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുനാൾ മുന്നേ വരെ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്നത് ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാതെ ആയിരുന്നു. അപ്പൊ അതെന്താ ഉപയോഗിക്കാത്തതെന്ന് വെച്ചാല് നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ ആ ഒരു സോപ്പിന്റെ അംശമൊക്കെ പോകുന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ തൊട്ടറിയുന്നത് പോലെ ആവില്ലല്ലോ ഗ്ലൗസ് ഉപയോഗിക്കുമ്പോൾ. എന്നാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള യൂസ് മനസ്സിലായത് കേട്ടോ. നന്നായിട്ട് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് സ്പീഡായിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു പാത്രം കഴുകലിനെ ഒന്നുകൂടി ഒന്ന് സ്പീഡാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലൗസിലോട്ട് ഒരു കാര്യം കൂടി ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ 2 പാത്രം കഴുകുന്ന സ്പഞ്ചാണ് കേട്ടോ. ഇതിപ്പം ഈ ഒരു രീതിയിലുള്ളത് തന്നെ എടുക്കണമെന്നില്ല. സാധാരണ നമ്മൾ പച്ചയും മഞ്ഞയും കലർന്ന് വരുന്നില്ലേ, ആ ഒരു സ്പഞ്ച് ആയാലും എടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു സ്പഞ്ച് നമുക്ക് ഗ്ലൗസിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന ടൈമിൽ സൂപ്പർ ഗ്ലൂ പോലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗം യൂസ് ചെയ്യണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന ടൈമിൽ വെള്ളമൊക്കെ തട്ടുമ്പോൾ പെട്ടെന്നൊന്നും അഴിഞ്ഞു വരില്ല കേട്ടോ. ഈ ഒരു ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ വെള്ളമൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് അത് ഇളകിപ്പോരും. പിന്നെ ഈ ഒരു സ്പഞ്ച് ഒട്ടിച്ചു കൊടുക്കുന്നത് ഉൾഭാഗത്താണ് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്പഞ്ചും ഇതുപോലെ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഒട്ടിച്ചു കഴിഞ്ഞ് പാത്രം കഴുകിയപ്പോൾ എനിക്ക് ഒരു കയ്യിൽ മാത്രം മതി ഈ ഒരു സ്പഞ്ച് ഒട്ടിച്ചതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു സ്പഞ്ച് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു കയ്യിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഈ ഒരു ഗ്ലൗസ് ഇതുപോലെ കയ്യിലോട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഏതാണോ അത് ഈ ഒരു സ്പഞ്ചിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി സാധാരണ പോലെ വെള്ളം ആക്കിയതിനു ശേഷം നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എത്ര പാത്രങ്ങൾ വേണമെങ്കിലും ഈസി ആയിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഈ ഒരു 2 ഗ്ലൗസിന് സ്പഞ്ച് ഒട്ടിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലത് വലതുഭാഗത്തെ ഗ്ലൗസിന് മാത്രം സ്പഞ്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി ഈ സോപ്പ് തേച്ച പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്ന ടൈമില് ഗ്ലൗസ് അഴിക്കാതെ തന്നെ ആ ഒരു വെള്ളത്തിൽ വെച്ചിട്ട് ഗ്ലൗസ് ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഈ ഒരു വിരലിന്റെ ഭാഗം ഒന്ന് അരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും. ഇതിപ്പോ 1-2 പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്ന ടൈമിൽ ഇതിന്റെ ആവശ്യം വലുതായിട്ട് വരില്ല. അതേസമയം ഒത്തിരി പാത്രങ്ങളൊക്കെ ഉള്ള ടൈമിൽ നമ്മൾ ഇതുപോലെ കഴുകിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാത്രം കഴുകി തീരുന്നതായിട്ട് തോന്നും കേട്ടോ. അപ്പൊ ഇതുവരെ ഗ്ലൗസ് ഉപയോഗിച്ച് പാത്രം കഴുകാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് കഴുകി നോക്കണം കേട്ടോ. നമ്മുടെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ കയ്യിലൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഗ്ലൗസ് ഉപയോഗിച്ച് പാത്രം കഴുകുന്നതാണ് കൂടുതലും നല്ലത്. അങ്ങനെ കയ്യിൽ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകുന്ന ടൈമിൽ സോപ്പൊക്കെ തട്ടുമ്പോൾ അത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇത് സോപ്പൊന്നും പാത്രങ്ങളിൽ നിന്ന് പോവില്ല എന്നുള്ള പേടി വേണ്ട. നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
പിന്നെ ഇത് നമുക്ക് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ഗ്ലൗസിലും പിന്നെ അതുപോലെ തന്നെ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ഗ്ലൗസിലൊക്കെ ഇതുപോലെ സ്പഞ്ച് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ഈ ഒരു ചാനലിൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.